ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ അടുത്തിടെയായി ചെയ്ത ഒരു ഡ്രാമയുടെ ഫുൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് സീനിലാവട്ടെ നമ്മുടെ ഹീറോയിൻ യൂമിങ് ആവട്ടെ ഒരുപാട് മുറിവുകളൊക്കെ ഏറ്റ് ഒരു സ്ഥലത്ത് ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഭൂമി കുലുക്കം ഉണ്ടായിരിക്കുകയാണ്. ചുറ്റും തീ പടർന്നിരുന്നു. അവളെ രക്ഷിക്കാനായി ആരും വന്നില്ലെങ്കിലും പക്ഷെ ഒരാള് രക്ഷിക്കാനായി അവിടെ എത്തിയെങ്കിലും അയാളും അവളുടെ കൂടെ മരിച്ചു പോകുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഹീറോയിനാവട്ടെ ഒരു കാറിനുള്ളിൽ കണ്ണു തുറക്കുന്നുണ്ട്. തൊട്ടടുത്ത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടായിരുന്നു. അവളുടെ പേര് ലീയ എന്നാണ്. ഹീറോയിൻ ആവട്ടെ കണ്ണു തുറന്നാകെ ഷോക്കായിരിക്കുകയായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ആക്ച്വലി മരിച്ചു പോയതല്ലേ എന്നൊക്കെ അവൾ മനസ്സിലോർക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അവളിപ്പോൾ റീബോൺ ആയി വന്നയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അപകടത്തിൽപ്പെട്ട സമയത്ത് അവളെ ഒരു യുവാവ് രക്ഷിച്ചിരുന്നല്ലോ. ആ യുവാവ് വേറെ ആരുമായിരുന്നില്ല, അവളുടെ ഹസ്ബൻഡ് തന്നെയായിരുന്നു, ലൂ. ശരിക്കും അവരിപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. ഒരു കോൺട്രാക്ട് വിവാഹമായിരുന്നു അവരിരുവരും കഴിച്ചിരുന്നത്. അവൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണയിലാണ് ആ പെൺകുട്ടി അവനെ വിവാഹമോചനം ചെയ്തത്. ലൂ ആവട്ടെ ഹീറോയിനെ ട്രൂ ആയി ലവ് ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവൻ ആ വിവരം അവളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. അവളെ ഏത് വിധേനയും രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവാവ് അവിടേക്ക് വന്നത്. പക്ഷെ അവളുടെ ദേഹമാസകലം കല്ലുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. അത് മുഴുവൻ മാറ്റുന്നതും അത്ര ഈസിയല്ല. എന്തായാലും അവളുടെ ജീവൻ പോകുമെന്നും ആ യുവാവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് ഭയപ്പെടേണ്ട, അവളുടെ കൂടെ തന്നെ കാണുമെന്ന് ലൂ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ പതിയെ മരിച്ചു പോകുന്നുണ്ട്. ഹീറോയിന് ജിം എന്ന് പറയുന്ന ഒരു യുവാവിനെ ഇഷ്ടമായിരുന്നു. അതായിരുന്നു അവളുടെ ബോയ് ഫ്രണ്ട്. ഹീറോയുമായി കോൺട്രാക്ട് വിവാഹത്തിൽ ഏർപ്പെട്ട അവളാവട്ടെ അവളെ തീരെ ഇഷ്ടമല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ജിമ്മിനോടൊപ്പം ആയിരുന്നു. പക്ഷെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആവട്ടെ അവനുമായി റിലേഷൻഷിപ്പിലായിരുന്നു. അതും അവൾ അറിയാതെ രഹസ്യമായി. ഈ ജന്മത്തിൽ ചെയ്ത തെറ്റ് ഈ ജന്മത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് തന്നെ അവൾ തീരുമാനമെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ലീയ ആവട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ജിമ്മിനെ ലവ് ചെയ്യുകയല്ലേ? അവന് വേണ്ടിയിട്ടല്ലേ ഈ വാച്ചൊക്കെ ഗിഫ്റ്റായി വാങ്ങി വെച്ചിരിക്കുന്നത്? എന്നിരുന്നാലും അവൻ എന്നെ പ്രണയിക്കത്തുള്ളൂ എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ ആവട്ടെ കാർ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നീ അവൻ എന്ത് വേണമെങ്കിലും കൊടുത്തോ എന്ന് പറഞ്ഞ് മറ്റൊരു കാർ വിളിച്ച് അവിടെ നിന്നൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഈ ആണെങ്കിൽ വല്ലാത്ത ഷോക്കിലായിരുന്നു. കാരണം അവൾ ജിമ്മിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ലായിരുന്നു. ഹീറോയിൻ അവിടെ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവളുടെ ഹസ്ബൻഡാണ് അവിടെ ക്ലാസ് എടുക്കാനായി വരുന്നത്. ലൂവിനെ വീണ്ടും ജീവനോടെ കണ്ടതിൽ അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ഈ സമയത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവളെ കണ്ട ഹീറോ ആവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്നെന്താണ് ഇവളിത്ര ഡിഫറെന്റ് ആയി തോന്നുന്നത്? അവളുടെ കണ്ണുകളിൽ ഇന്ന് എന്നോട് പ്രണയമുള്ളതുപോലെ തോന്നുന്നല്ലോ. ഇത് പതിവില്ലാത്തതാണല്ലോ. ഇങ്ങനെയുള്ള രീതിയിൽ ഒരിക്കൽ പോലും അവൾ തന്നെ നോക്കിയിട്ടില്ലല്ലോ എന്ന് തന്നെ അവൻ സംശയത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഹീറോയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവൾക്കാവട്ടെ കരച്ചിലടക്കാൻ സാധിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ട്. വീണ്ടും തന്റെ ഭർത്താവിനെ ജീവനോടെ ഇത്ര സുന്ദരനായും ചുറുചുറുക്കോടെ കാണാൻ സാധിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സമയത്താണ് പെൺകുട്ടിയുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ സൈലന്റ് ചെയ്യാൻ മറന്നുപോയിരുന്നു. എന്റെ ക്ലാസ്സുകൾ യാതൊരു ബന്ധവുമില്ലാത്ത ആള് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവളോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അവളെ വല്ലാതെ നീരസപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് പോകാനായി അവൾ ബാഗുമായി ഇറങ്ങുന്നുണ്ട്. ഇവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഈ പെൺകുട്ടി ഇത് ആരാണെന്ന് അന്യോന്യം തിരക്കുന്നുണ്ട്. കാരണം ഹീറോയിൻ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു. അവളൊരു വലിയ റെസ്റ്റോറന്റ് റൺ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഹീറോയിൻ ആവട്ടെ ഹീറോ എടുത്ത് ഒരു വൈഫായ താനുമായും ഒരു ബന്ധവുമില്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. കാരണം അവരിരുവരുടെയും ബന്ധം ഒരിക്കലും പൊതുമധ്യത്തിൽ അറിയിക്കാൻ അവൾ താല്പര്യപ്പെട്ടിരുന്നില്ല. മാത്രമാണ് അവിടെയുള്ള സ്റ്റുഡൻസിനെ പോലും ഹീറോ വിവാഹിതനാണെന്നും അത് ഹീറോയുടെ ഭാര്യ തന്നെയാണെന്നും മനസ്സിലാവുന്നത്. ക്ലാസ് കഴിഞ്ഞു വന്ന ലൂ ആവട്ടെ ഹീറോയിന്റെ അടുത്ത് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണെ കാണാൻ വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. അത് ആരാണെന്ന് അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ലൂവിനെയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് ഹീറോയെ വല്ലാതെ ഷോക്ക് ആക്കുന്നുണ്ട്. ഞാനിവിടെ വന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും ജോലിയിൽ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. ഇന്ന് വീട്ടിൽ നേരത്തെ വരാമോ? കുറച്ചു ടൈം എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇത്ര സ്നേഹത്തോടെ അവനോട് അവൾ പെരുമാറിയിട്ടില്ല. അത് മാത്രമല്ല എന്തുകൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്ന സംശയവും അവന് തോന്നുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന് ജിമ്മിന്റെ കോള് വരുന്നത്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്, നീ പങ്കെടുക്കല്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ബർത്ത്ഡേക്ക് വരണ്ടേക്ക് അതൊരു ആവശ്യവുമില്ല, മര്യാദയ്ക്ക് കോള് കട്ട് ചെയ്തോ എന്ന് അവൾ പറയുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, നീ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല എന്ന്. നീ മറന്നുപോയോ? എനിക്ക് ഓൾറെഡി മാരേജ് കഴിഞ്ഞതാണല്ലോ, എനിക്ക് എന്റെ ഹസ്ബൻഡ് മാത്രം മതി എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ ഈ വാക്കുകൾ ജിമ്മിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവനവിടെ വല്ലാതെ ടെൻഷനായി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ലീയ അവിടേക്ക് വന്നിട്ട് അവൾ ഒരുപാട് മാറിപ്പോയെന്നും അവൾ അവളുടെ ഹസ്ബൻഡിനെ പ്രണയിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ജിം അവിടെ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. കാരണം ഹീറോയിന്റെ പക്കലുള്ള പണമെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിനോട് അവൻ അടുപ്പം കാണിച്ചത്. ആക്ച്വലി അവൾ നിനക്ക് വേണ്ടിയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള വാച്ച് വരെ വാങ്ങിയിരുന്നു എന്ന് തന്നെ ലിയോ പറയുന്നുണ്ട്. ജിം ആവട്ടെ ഹീറോയിന്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അതും മാനേജറായിട്ട്.
ഹീറോയിനും കൂടി വീട്ടിലേക്ക് പോയതിനു ശേഷം ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി നൽകുന്നുണ്ട്. ഫുഡ് വളരെ ടേസ്റ്റി ആയിരുന്നു. അവൾ സന്തോഷത്തോടെ തന്നെ അതൊക്കെ കഴിച്ചിട്ട് അവന്റെ കഴിവിനെ പ്രശംസിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവളുടെ ഭർത്താവിന് കുക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള വിവരമൊന്നും അവൾക്കറിയില്ലായിരുന്നു. കാരണം അവരുടെ റിലേഷൻഷിപ്പിനിടയിൽ ബോണ്ടിങ്ങോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഹീറോയിനാവട്ടെ അന്ന് ആ എർത്തുക്യൊക്കെ ഉണ്ടായ സമയത്ത് ഹീറോയിൻ മരിച്ചു കിടക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ഈ സമയത്ത് ജീവൻ വെക്കുകയും അവളെ എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. ലൂ ആവട്ടെ മരിച്ചിരുന്നു. അവന്റെ മൃതശരീരം കണ്ട ഹീറോയിനാവട്ടെ വല്ലാതെ പരിഭ്രാന്തിയിൽ തന്നെ അലറി വിളിച്ചുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. അവള് ഭയന്ന് നിലവിളിക്കുന്നത് കേട്ടിട്ട് ഹീറോ ആ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് ഹഗ് ചെയ്തിട്ട് എന്നെ വിട്ട് ഒരിക്കലും എവിടേക്കും പോകല്ലേ എന്ന് പറഞ്ഞ് അവനോട് കെഞ്ചുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. ഇരുവരും ഇതുവരെ സെപ്പറേറ്റ് മുറികളിലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിനൊരു അന്ത്യം വരുമെന്ന് തന്നെ അവൾ മനസ്സിൽ കരുതുന്നു. എന്നാൽ ഹീറോ ആവട്ടെ അവളെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം അടുത്തുണ്ടായിരുന്ന കസേരയിലേക്ക് ചെന്നിരുന്നതിനു ശേഷം അവൾ ശാന്തമായി തന്നെ ഉറങ്ങും. താൻ ഇവിടെ തന്നെ കാണുമെന്ന് അവളോട് പറയുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ തന്നെ കണ്ണുകൾ പതിയെ അടയ്ക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ ആവട്ടെ അവളുടെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും വളരെയധികം മര്യാദയോടെ തന്നെയാണ് അവളോട് പെരുമാറിയത്. ജിമ്മാവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു പീസ് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ ആവട്ടെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഞാൻ വളരെ സാലറി ലോ ആയിട്ടാണോ കൊടുക്കുന്നത്? ഒരു ഹയർ ഒഫീഷ്യലിന് വെറുമൊരു പീസ് കേക്കുമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ ജിമ്മിനും വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. അത് പിന്നെ നീ കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നില്ലല്ലോ, അതുകൊണ്ട് ബർത്ത്ഡേ കേക്കിൽ നിന്നൊരു പീസ് എടുത്ത് മാറ്റി വെച്ചതാണെന്ന് അവൻ പറയുമ്പോൾ ഞാനെന്തിനാണ് നിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്നത്? നീ എന്റെ വെറും ഒരു എംപ്ലോയി മാത്രമാണ്. ഇവിടെ മാത്രമേ നമ്മൾ തമ്മിൽ കണക്ഷൻ ഉള്ളൂ, അല്ലാതെ പുറത്ത് യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. നീ എന്നോട് വളരെയധികം ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നീ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വാച്ച് വാങ്ങിയെന്ന് കേട്ടല്ലോ. ലീ എന്നോട് പറഞ്ഞായിരുന്നു അതെനിക്ക് താ എന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് വാങ്ങിയിരുന്നു, പക്ഷെ അത് ഞാൻ ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞു. അതുപോലെ തന്നെ ഈ കേക്കും നീ ഡസ്റ്റ്ബിന്നിലേക്ക് തന്നെ കളഞ്ഞേക്കാൻ അവൾ പറയുന്നുണ്ട്. ഇതിനു ശേഷം എന്നെ ഒരിക്കലും പേര് ചേർത്ത് നീ വിളിക്കാൻ പാടില്ല. നീ എൻ്റെ ഒരു എംപ്ലോയിയാണ്, ആ സ്ഥിതിക്ക് നീ എന്നെ പ്രസിഡന്റ് എന്ന് വിളിക്കണമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ജിമ്മാവട്ടെ വളരെയധികം ടെൻഷനിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ ഇത്ര ഡിഫറെന്റ് ആയി പെരുമാറുന്നത് എന്ന് ഓർത്തിട്ട്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിൻ അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്ക് ജിമ്മിനെ തീരെ ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിനെയാണ് ഇഷ്ടമെന്ന്. ഇത് കേട്ട് അവളുടെ ഫ്രണ്ട്സ് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് അവരവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ലൂവിനെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് അവന് പെൺകുട്ടികളോട് അട്രാക്ഷൻ ഇല്ല, ആൺകുട്ടികളോടാണ് അട്രാക്ഷൻ എന്ന്. കഴിഞ്ഞ ജന്മത്തിൽ അവൾ അവനോട് അങ്ങനെ ഇഷ്ടമൊന്നും പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കള്ളത്തരമായിരുന്നു അവൾ പറഞ്ഞു വെച്ചിരുന്നത്. പരിഭ്രാന്തിയായി അവൾ ഉടനടി തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അവന് പെൺകുട്ടികളെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എന്നെ ഇഷ്ടമാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അവൾ പറയുന്നുണ്ട്. ഞങ്ങളൊരു ഐഡിയ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ഡ്രിങ്ക്സ് കഴിക്കാനായി അവളുടെ ഫ്രണ്ട്സ് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ലൂവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ വൈഫ് നന്നായി മദ്യപിച്ചിരിക്കുകയാണെന്നും അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനും വിളിച്ചു പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ലൈറ്റായിട്ടേ മദ്യപിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഓവറായിട്ട് മദ്യപിച്ച പോലെ അഭിനയിക്കണമെന്നായിരുന്നു ഫ്രണ്ട്സ് അവളോട് പറഞ്ഞിരുന്ന ഐഡിയ. അപ്പോൾ ഈ സമയത്ത് ഹീറോ ആവട്ടെ വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ അവളെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഓവറായി മദ്യപിച്ച പോലെ അഭിനയിക്കുന്നുണ്ട്. അവനാവട്ടെ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വളരെ കെയറോടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കാറിൽ കയറിയിരുന്നിട്ടും അവൾ ഒരുപാട് മദ്യപിച്ചത് കൊണ്ട് തന്നെ പിച്ചുമ്പയും പറയുന്ന പോലെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനും അതിനെന്നോണം മറുപടിയും പറയുന്നുണ്ട്. അവനവിടെ നേരെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവനെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ തടഞ്ഞിട്ട് ഇപ്പോൾ നീ ഉറങ്ങുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ, നീ എന്നെ പ്രണയിക്കാത്തത് കൊണ്ടുമല്ലേ നീ എന്നെ ടച്ച് ചെയ്യാതെ എന്ന് അവൾ അവനോട് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഇത്രത്തോളം കെയർ ചെയ്യായിരുന്നു എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ നീ എന്നെ കിസ് ചെയ്യണമെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ അവിടെ കിസ് ചെയ്യാനായി അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവൻ അവളുടെ ഫോർഹെഡിൽ കിസ് കൊടുത്തതിന് ശേഷം നീ നന്നായി ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. വളരെ സന്തോഷത്തിൽ തന്നെ അവൾ ഈ വിവരങ്ങളെല്ലാം അവളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുന്നുണ്ട്. അവൻ അവളുടെ ഫോർഹെഡിൽ കിസ് കൊടുത്തെന്നും അതിൽ താൻ ഇംപ്രസ് ആയി എന്നും ഒക്കെ അവൾ സന്തോഷത്തോടെ മെസ്സേജ് അയച്ച് അവരോട് അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ പോയ വേഗത്തിൽ തന്നെ തിരിച്ചെത്തി അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഹീറോയിന്റെ സ്വപ്നത്തിലാണെന്ന് മാത്രം. ഫോർഹെഡിൽ കൊടുത്ത കിസ് ലിപ്പിൽ തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന് തന്നെ അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇന്നും ഇങ്ങനെയുള്ള ഡ്രീംസ് എങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി വെള്ളം കുടിക്കുന്നുണ്ട്. ലൂ ആവട്ടെ ഈ സമയത്ത് അവളുടെ പിന്നാലെ ചെന്നിട്ട് നീ കോൾഡ് വാട്ടർ കുടിക്കാതെ ഈ വാമായിട്ടുള്ള വാട്ടർ കുടിക്കെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അത് അന്നേരം തന്നെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ നേരെ വാഷ്റൂമിലേക്ക് വന്ന് അവളുടെ മുഖമൊക്കെ നോക്കുന്നുണ്ട്. എത്ര വൃത്തികേടായിട്ടായി ഇരിക്കുന്നതെന്ന് കണ്ടിട്ട് വേഗം തന്നെ റെഡിയാവണമെന്ന് കരുതി അവള് പെട്ടെന്ന് റെഡിയായി റെസ്റ്റോറൻറ്റ്
റെസ്റ്റോറന്റിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പായി ഹീറോയും ഹീറോയിനും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ അച്ഛൻ അവളെ മീറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെ കാണാനായി അവൾ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ അവളുടെ സ്റ്റെപ്പ് മദറെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവളുടെ അച്ഛനാവട്ടെ ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ പറയുന്നതിനപ്പുറം പോകുന്ന ഒരാളല്ലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്റെ സഹോദരന് വേണ്ടി ഒരു ജോലി റെഡിയാക്കി കൊടുക്കണമെന്ന് അവളുടെ അച്ഛൻ അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് തൻ്റെ റെസ്റ്റോറൻറ്റിലുള്ളപ്പോൾ താനെന്തിനാണ് അവനെ നിയമിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഇത് നിന്റെ സഹോദരനാണ്, ഒരിക്കലും നീ അത് മറന്നു പോരുമെന്ന് പറയുമ്പോൾ തൻ്റെ കഠിനാധ്വാനം മൂലം കൊണ്ടാണ് റെസ്റ്റോറൻറ്റ് ഇത്രയും വളർന്നത്. അവിടെ ആരെയൊക്കെ നിയമിക്കണം നിയമിക്കേണ്ട എന്നൊക്കെയുള്ളത് തൻ്റെ മാത്രം തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഈ സമയത്ത് ലൂവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ഒരു ലേഡി സ്റ്റാഫിനെ VIP കസ്റ്റമർ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. VIP കസ്റ്റമർ ആ പെൺകുട്ടിയോട് വളരെയധികം മോശമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിന്റെ കെട്ടിടത്തിൽ നിന്ന് ആ പെൺകുട്ടി ചാടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുമൂലം ഹീറോയിന് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ജന്മത്തിൽ സംഭവിച്ച പോലെ ഒരു പാകപ്പിഴ ഈ ജന്മത്തിൽ ഒരിക്കലും നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ VIP കസ്റ്റമറിനെ തിരക്കി അയാളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അവൾ ചെന്നപ്പോഴാവട്ടെ ആ സ്റ്റാഫിനോട് ആ VIP കസ്റ്റമർ വളരെയധികം മോശമായി സംസാരിക്കുകയായിരുന്നു. എന്താണ് കാര്യമെന്ന് ഹീറോയിൻ ആ സ്റ്റാഫിനോട് തിരക്കുന്നുണ്ട്. ആ ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട് ആ VIP കസ്റ്റമർ എടുത്തിരിക്കുന്ന മുറിയുടെ കാലാവധി കഴിഞ്ഞെന്നും ഇനിയും അവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലേ എക്സ്ട്രാ പേ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യണമെന്ന് അവൾ അയാളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ പറയുന്നതൊന്നും കേൾക്കാതെ അയാൾ അവിടെ തന്നെ തെറ്റായ രീതിയിൽ ടച്ച് ചെയ്യുകയും അതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അയാൾ തന്നോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് ആ സ്റ്റാഫ് പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോയിൻ ആവട്ടെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ആ VIP കസ്റ്റമർ ആവട്ടെ ഞാൻ ഇവിടുന്ന് പോയാൽ നിനക്ക് എത്രത്തോളം ലോസ് ഉണ്ടാവുമെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ജിമ്മും പറയുന്നുണ്ട് VIP കസ്റ്റമറെ ഇങ്ങനെ പിണക്കാൻ പാടില്ല എന്ന്. നീ ഇവിടെ നിന്റെ ജോലി ചെയ്താൽ മാത്രം മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് തന്നെ ഹീറോയിൻ ജിമ്മിനോട് പറയുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ VIP കസ്റ്റമർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ലേഡി സ്റ്റാഫിനോട് ഇനി എന്ത് പ്രശ്നം അവൾക്കുണ്ടായാലും അത് ഡയറക്റ്റായി തന്നോട് പറഞ്ഞോളാൻ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവളെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് തീരെ അറിവില്ലാതായി പോയല്ലോ, ഇവിടെ VIP കസ്റ്റമർ മൂലമാണ് ഈ റെസ്റ്റോറൻറ്റ് തന്നെ റണ്ണായി പോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ വളരെയധികം ദേഷ്യത്തോടെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഫസ്റ്റ് ഇവന്റെ പൊസിഷനിൽ നിന്ന് ഇവനെ താഴേക്ക് കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ജിമ്മാവട്ടെ വല്ലാതെ ഷോക്കാവുകയും അതുപോലെ തന്നെ സൈലന്റ് ആയി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിലെ ഹീറോയിൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ ഹീറോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അവൾ അയാളെ പ്രശംസിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ വല്ലാതെ ഡൗട്ട് തോന്നുന്നുണ്ട്, ഇവളിത് ശരിക്കും സത്യം തന്നെയാണോ ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോഴാണ് ഹീറോയിൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവനോട് പറയുന്നത്. അവനവിടെ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒരു വിവരങ്ങളും അവൾ അവനോട് ഷെയർ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്ന് അവൻ ആശ്ചര്യത്തോടെ ആലോചിക്കുന്നുണ്ട്. അവൻ അവളോട് വ്യക്തമാക്കുന്നുണ്ട് നീ എടുത്ത സ്റ്റാൻഡ് വളരെ നല്ലതാണെന്നും ലേഡി സ്റ്റാഫിന് വർക്ക് പ്ലേസിൽ ഒരുപാട് മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അവരെ ഇതുപോലെ ഏത് സമയവും സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് തന്നെ അവളോട് അവൻ പറയുന്നുണ്ട്. ഞാൻ നിന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ നിന്റെ പരാതി, നാളെ എന്നോടൊപ്പം നീ ഒരു ഡേറ്റിന് വരുന്നുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വളരെ ഹാപ്പിയായി അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ ദിവസം ഹീറോയിൻ വളരെയധികം ഗോർജിയസ് ആയി തന്നെ ഒരുങ്ങി വരുന്നുണ്ട്. അവളെ കണ്ടതും അവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് തന്നെ അവൻ അവളടുത്ത് പറയുന്നുണ്ട്. നിനക്കെന്താണ് ഒരു കുഴപ്പം, നീയും വളരെ സുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവന്റെ കവിളിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ ഒരു സ്റ്റുഡന്റ് ആവട്ടെ അവിടേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഹീറോയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു ഫ്രെയിം തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ അവനെ ഇങ്ങനെ വലയം ചെയ്ത് നടക്കുകയായിരുന്നു. ഹീറോയെ കണ്ടതും പ്രൊഫസർ ലൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അടുത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അടുത്ത ഹീറോയിനെ കണ്ടപ്പോൾ ആ സന്തോഷം കെട്ടുപോകുന്നുണ്ട്. ആരായി പെൺകുട്ടി എന്ന് ഹീറോ എടുത്ത് സ്റ്റുഡന്റ് തിരക്കുന്നുണ്ട്. നിനക്കറിയില്ലേ ഞാനാണ് ഇദ്ദേഹത്തിന്റെ വൈഫ് എന്ന് ഹീറോയിൻ ചാടിക്കേറി പറയുന്നുണ്ട്. ഇത് കേട്ടതും ആ പെൺകുട്ടിയുടെ മുഖമാകെ വാടിപ്പോകുന്നുണ്ട്. ഞങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ലൂവിന്റെ അടുത്ത് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ, ഞാൻ നിന്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖമാകെ വാടിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നീയല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന്. അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇനി മുതൽ അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും അറിയട്ടെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ള വിവരം എന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ പുറമേ കാണിച്ചില്ലെങ്കിലും ഹീറോ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിന്റെ മുത്തച്ഛൻ അവളെ വിളിക്കുന്നത്.
മുത്തശ്ശനാവട്ടെ അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയായിരുന്നു. ഹീറോയ്ക്കാവട്ടെ അറിയാമായിരുന്നു ഹീറോയിന്റെ മുത്തശ്ശൻ എപ്പോഴും സ്റ്റെപ്പ് മദറേയും അതുപോലെ തന്നെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ തനിച്ച മുത്തശ്ശനെ കാണാൻ പോകുന്നതിൽ ഹീറോയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, താല്പര്യവുമില്ലായിരുന്നു. ഇങ്ങനെ തനിച്ചു പോയി അദ്ദേഹത്തെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു. എന്തിനായിരിക്കും അദ്ദേഹം നിന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അന്ന് റെസ്റ്റോറന്റിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് പറയാനെങ്ങാണോ ആയിരിക്കും. എന്നിരുന്നാലും പോയിട്ട് വരാം. ഹീറോ എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആവട്ടെ പോയി മുത്തശ്ശനെ കാണുന്നുണ്ട്. മുത്തശ്ശൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നിന്റെ സഹോദരനെയും നീ ആ റെസ്റ്റോറന്റിലെ ഒരു പാർട്ട്ണറാക്കി മാറ്റണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതിനെപ്പറ്റി തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും നമുക്ക് തനിച്ചിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹീറോയിൻ മുത്തശ്ശനെയും കൊണ്ട് ഒരിടത്തേക്ക് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവള് മുത്തശ്ശനോട് പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും ഞാൻ 70% പ്രോഫിറ്റ് റെസ്റ്റോറന്റ് വഴി നേടിയെടുത്തിട്ടുണ്ടെന്നും ഇനിയും അത് 10 മടങ്ങാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീല് വെക്കാമെന്ന്. ആക്ച്വലി ഹീറോയിന്റെ മുത്തശ്ശനാവട്ടെ അവളെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഹീറോയിന്റെ അച്ഛനാവട്ടെ അദ്ദേഹത്തെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് സഹോദരനെ റെസ്റ്റോറന്റിലേക്ക് പാർട്ട്ണറായി വെക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. ഇനി ഹീറോയിന്റെ മുത്തശ്ശനാവട്ടെ അവളോടുള്ള ഡീലിന് സമ്മതിക്കുന്നുണ്ട്. അയാളുടെ പക്കലുള്ള കമ്പനിയുടെ എഗ്രിമെന്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ആ കമ്പനിയുടെയും ഷെയർസ് ഒക്കെ ഇൻക്രീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ ആവട്ടെ, ഇപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോവുകയാണോ എന്ന് വളരെയധികം സ്നേഹം നടിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിന്റെ കയ്യിൽ നിന്ന് തന്ത്രത്തിൽ ആ അഗ്രിമെന്റ് ഒക്കെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററും അവളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ അവളോട് പറയുന്നുണ്ട്, ഇല്ലേ വന്ന് കയറിയതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ ഒരു ഡീലുമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. നീയും ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് തന്ത്രത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ഡീലുകൾ എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന് പറയുമ്പോൾ അവളിപ്പോൾ പഴയ പോലെയല്ല. ഞാൻ ജിമ്മിനെ കാണുന്നതോ സംസാരിക്കുന്നതോ അവൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാര്യം. അവൾ ജിമ്മിനെ ഇഗ്നോർ ചെയ്യുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്ന് തന്നെ ലിയ അവളുടെ അമ്മയെടുത്ത് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി സ്റ്റെപ്പ് മദറും ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് വീടിന് പുറത്തെത്തിയ ഹീറോയിൻ ആവട്ടെ ഹീറോയെ കാണുന്നുണ്ട്. അവനവട്ടെ വെയിറ്റ് ചെയ്ത് അവൾക്ക് വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. അവൾ സന്തോഷത്തോടെ തന്നെ അവനെ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തല്ല യൂണിവേഴ്സിറ്റി, നിന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നയാണെന്ന് അവനും മറുപടി പറയുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഹീറോ ചോദിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളിപ്പോൾ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ, ഞാനും റെസ്റ്റോറന്റിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിനും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇമ്മാവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് ഞാൻ അറിയാതെ ചെയ്ത ഒരു തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. നീ ഇതുവരെ ജോലി വിട്ട് പുറത്ത് പോയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ ഏറ്റവും ലോവർ പൊസിഷനിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിമ്മാവട്ടെ വല്ലാതെ ടെൻഷൻ ആവുകയും അതുപോലെ തന്നെ അവളോട് എന്തെന്നില്ലാത്ത ദേഷ്യം അവന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഈ പെട്ടെന്നുള്ള മാറ്റം അവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോ വന്ന് അവളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് തയ്യാറാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും സ്ലിപ്പായി അവളുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അവരിരുവരും വളരെ ക്ലോസ് ആയി വരികയും ഹീറോ അവളെ കിസ് ചെയ്യാനും പോകുന്നുണ്ട്. ഹീറോയിനും ഇപ്പോൾ തന്നെ ഒരു കിസ് ലഭിക്കുമെന്ന് സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോഴായിരുന്നു അവളുടെ ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് അവളെ കോൾ ചെയ്യുന്നത്. ഹീറോ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിന് അവിടെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൾ അവിടെ ഫോൺ എടുത്ത ഉടനെ ഫ്രണ്ടിനെ കണ്ണുമുട്ട ചീത്ത പറയുന്നുണ്ട്. എന്നോട് ആരാ ഈ സമയത്ത് വിളിക്കാൻ പറഞ്ഞത്? 9 മണിക്ക് ശേഷം എന്നെ വിളിക്കരുതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ? ആദ്യമായിട്ടാണ് അവൻ എന്നെ ഒന്ന് കിസ് ചെയ്യാൻ പോയത്, അത് നീ നശിപ്പിച്ചല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കിച്ചണിൽ നിന്ന് അവളുടെ അടുത്തേക്ക് വരുമായിരുന്ന ഹീറോ ആവട്ടെ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട ഹീറോ ആവട്ടെ ചിരിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും അവന്റെ മുറിയിൽ കയറി പറ്റണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ അവന്റെ മുറിയുടെ അടുത്ത് നിന്ന് വാതിൽ തട്ടുന്നുണ്ട്. ഞാൻ ഇന്നൊരു പ്രേതപ്പടം കണ്ടെന്നും എനിക്ക് വല്ലാതെ പേടിയാവുന്നു, ഞാൻ നിന്റെ മുറിയിൽ ഉറങ്ങിക്കോട്ടെ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ ശരി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിയുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ നീ അകത്ത് വന്ന് ഉറങ്ങിക്കോ എന്ന് പറയാൻ പോലും അവൾ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ അവൾ ചാടി കയറി വന്ന് കിടക്കുന്നുണ്ട്. ബെഡിൽ കയറി ഇടഞ്ഞതിന് ഞാൻ ലെഫ്റ്റ് സൈഡ് കിടക്കാം, നീ റൈറ്റ് സൈഡ് കിടന്നു എന്ന് ഹീറോയും പറയുന്നുണ്ട്. രാത്രിയിൽ ഹീറോയ്ക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. കാരണം അവളാവട്ടെ കൈയും കാലുമൊക്കെ അവന്റെ ദേഹത്തേക്ക് എടുത്തു വെച്ച് അവനെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നേരം വെളുപ്പിക്കുന്നുണ്ട്. മോർണിംഗ് ആയപ്പോൾ തന്നെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോകുന്നു. ഹീറോയിന് ഈ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും താൻ ഇത്ര ശാന്തമായി ഉറങ്ങിയിട്ടില്ല എന്നും എന്റെ ഹസ്ബൻഡിനെ ഇതുപോലെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരു ദിവസം ഹീറോയിനെ കാണാനായിട്ട് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറും വരുന്നുണ്ട്. അവരാവട്ടെ എങ്ങനെ നീ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഡീല് സ്വന്തമാക്കിയെന്നും ഞങ്ങൾ നിന്റെ സിബ്ലിങ്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവരെ ഗവനിക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണ് അസിസ്റ്റന്റ് അവളോട് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് താഴെ നിൽപ്പുണ്ടെന്ന്. ഹീറോയിൻ ആവട്ടെ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ രംഗങ്ങളെല്ലാം ജിമ്മ് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്.
അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെയാണല്ലോ എന്ന് തന്നെ ജിമ്മ് കരുതുന്നുണ്ട്. അവനവിടെ നേരെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജിമ്മിനെ നാണം കെടുത്തണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോ അടുത്തവൾ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരാളെ ഞാൻ ഹയർ പൊസിഷനിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്ന്. ഇത് ഇവനാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവനവിടെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഇതിന് അവളോട് പ്രതികാരം ചോദിക്കുമെന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിക്കുന്നു. ഹീറോ അവിടെ അവളെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവളടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തനിച്ച് മാത്രമല്ലേ ഇവിടെയുള്ളൂ, നമ്മുടെ ഇടയിൽ ഒരുപാട് ടൈമുണ്ട്, ഇത് വെറുതെ കളയുകയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവിടെ അവളെ കിസ് ചെയ്യുകയും അന്നത്തെ രാത്രി അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ ഹീറോയിൻ ആവട്ടെ അവൻ എവിടെയെന്ന് പരതുന്നുണ്ട്. അവനവിടെ പിന്നിൽ നിന്ന് വന്ന് അവളെ ഹഗ് ചെയ്യുന്നു. അവനവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ. അതൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. അത്രയും വലിയൊരു ഹോട്ടലായിരുന്നു ഹീറോയിൻ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹീറോയിൻ ആവട്ടെ ഹോട്ടലിലേക്ക് പോയ സമയത്ത് ആവട്ടെ ആ ജിമ്മ് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററുമായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഹീറോയിൻ ആവട്ടെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറിനോട് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു, അവരോട് സ്നേഹം തന്നെയായിരുന്നു. ജിമ്മ് ഒരു മോശமான വ്യക്തിയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നല്ലോ. എങ്ങനെയും തന്റെ സ്റ്റെപ്പ് സിസ്റ്ററെ അവന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ലിയ പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, ജിമ്മിന് നിന്നെ തീരെ ഇഷ്ടമല്ല, എന്നെയാണ് ഇഷ്ടം. കാരണം നിന്നെക്കാട്ടിലും സുന്ദരി ഞാൻ തന്നെയാണല്ലോ, അതുകൊണ്ട് അവൻ എന്നെ മാത്രമേ ഇഷ്ടപ്പെടൂ എന്ന് കേട്ടപ്പോൾ ഹീറോയിൻ ആവട്ടെ അവളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന രീതിയിൽ തന്നെ സൈലന്റ് ആയി ഇവിടെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം റെസ്റ്റോറന്റിലേക്ക് ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ വന്നിട്ട് ജിമ്മിന്റെ കാരണം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. തന്റെ മകളെ ഒരിക്കലും അവന് വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും ജിം ആവട്ടെ അവരുടെ ചെവിയരിയിലേക്ക് ചെന്നിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അവരവട്ടെ കുഴപ്പമില്ല, അവളെ നിനക്ക് വിവാഹം ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വളരെയധികം ക്യൂരിയസ് ആവുന്നുണ്ട്. കാരണം എന്ത് പറഞ്ഞാണ് ജിം അവരെ സമ്മതിപ്പിച്ചേ എന്ന് ആലോചിച്ചിട്ട് സമയങ്ങൾക്ക് ശേഷമാണ് ഹീറോയിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നിന്റെ സ്റ്റെപ്പ് മദറെ ഞാൻ മറ്റൊരാളോടൊപ്പം കണ്ടു എന്ന് പറയുന്നത്. ഹീറോയിൻ ആവട്ടെ ഉടനടി ഫ്രണ്ടുമായി ഫോളോ ചെയ്ത് അവരെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിന്റെ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററും ആണ്, പക്ഷേ അത് ഹീറോയിന്റെ അച്ഛന്റെ മക്കളല്ല. അവിടെ നിൽക്കുന്ന ആളില്ലേ അയാളുടെ മക്കളായിരുന്നു. ഹീറോയിന്റെ അച്ഛനുമായി റിലേഷനിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഇയാളുമായി റിലേഷൻഷിപ്പിലായിരുന്നു. അതിൽ 1 മന്ത് പ്രഗ്നന്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പണക്കാര വീട്ടിലെ പയ്യനായിരുന്ന ഹീറോയിന്റെ അച്ഛനെ വളച്ചെടുത്തതിന് ശേഷം അയാളെ വിവാഹം കഴിച്ച് അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചതുപോലെ അയാളെ തെറ്റിദ്ധരിപ്പിച്ച് അയാളുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള രീതിയിൽ ഇത്രയും നാളും വളർത്തുകയായിരുന്നു. ലീയെ ജിമ്മിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ വിവരം ജിമ്മിന് മനസ്സിലായിരുന്നു. അവരെന്ന ഹീറോയിന്റെ റെസ്റ്റോറന്റിലേക്ക് വന്ന് ജിമ്മിനെ അടിക്കുകയും തന്റെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ഇല്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ജിമ്മ് ഈ വിവരം അവരുടെ ചെവിയിൽ പറഞ്ഞപ്പോഴാണ് അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ ഹീറോയിനും ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയാണല്ലോ തന്റെ അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നേ എന്ന് ഓർത്തിട്ട് ഹീറോയിനും ആവട്ടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടേക്ക് ഒരു പേഴ്സൺ വരുന്നുണ്ട്. അവന്റെ പേര് ഷെൻ എന്നാണ്. ഷെന്നെ ഹീറോയിന്റെ സ്കൂൾ ടൈമിലെ സീനിയർ ആയിരുന്നു. സ്കൂൾ ടൈം മുതലേ അവന് ഹീറോയിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഹീറോയിൻ അങ്ങനെ ഒരു ഇഷ്ടം അവനോടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയെ ബുള്ളിങ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഷെൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ എന്ന്. ഹീറോനാവട്ടെ ഹീറോ ഇപ്പോൾ തന്നെ തന്നെ കുറിച്ച് പറയുമെന്ന് കരുതി വളരെയധികം ആകാംക്ഷപരിധിയായി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താനിപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരത്തിന് പകരമായി പണിഷ്മെന്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഹീറോ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയായിരുന്നു. ഹീറോയിൻ അവിടെ വളരെയധികം ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് ദേഷ്യത്തോടെ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തി അവനാവട്ടെ അവളെ എടുത്തുകൊണ്ട് ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവനെന്നെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് അവൻ അറിയാമല്ലോ. പിന്നെന്തിനാണ് അവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അവന്റെ വിലയിൽ വീഴരുന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്. നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ തന്നെയാണ് ലവ് ചെയ്യുന്നതെന്ന്, പിന്നെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഹീറോയിനും അതിനൊക്കെ ഓക്കെ പറഞ്ഞ് അങ്ങനെ അവർ റൊമാൻറ്റിക്കായി കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ ആവട്ടെ അവളുടെ സ്റ്റെപ്പ് മദറിനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഹീറോ എടുത്ത് ഷെയർ ചെയ്തിരുന്നു. രാവിലെ തന്നെ അവൾക്കൊരു കോള് വരുന്നുണ്ട്. അവളുടെ മുത്തശ്ശന് വളരെയധികം സീരിയസ് ആയി ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന വിവരമാണ് ആ കോളിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെ അവളും ഹീറോയും ഒരുമിച്ച് മുത്തശ്ശനെ കാണാൻ പോകുന്നുണ്ട്. ഈ സമയത്താണ് ജിം അവളോട് തനിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവൾ അവനോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. എന്റെ മുത്തശ്ശൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിന് കാരണം എന്റെ വീട്ടുകാർ തന്നെയാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്റെ വീട്ടിലുള്ളവർ അത്ര മോശക്കാരല്ല, ഒരു പേഴ്സണെ ഇങ്ങനെ കൊല ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാനെന്ന് ഹീറോയിൻ പറയുന്ന സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്. അതിന്റെ സത്യമൊക്കെ നിനക്ക് ഉടനടി തന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ജിം അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മുത്തശ്ശന് ഇങ്ങനെ ഒരു വിപത്ത് സംഭവിക്കാൻ വീട്ടിലുള്ള ആരെങ്കിലും കാരണമായോ എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ എടുത്ത് അവളെ വിവരം ഷെയർ ചെയ്യുകയും അവരിരുവരും അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി മുത്തശ്ശന്റെ മുറിയിലൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മുത്തശ്ശനാവട്ടെ എപ്പോഴും മുറി ക്ലീൻ ആക്കി വെക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ അവിടെ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു.
മുത്തശ്ശന്റെ സ്റ്റിക്കിന്റെ അടുത്ത് നിന്ന് ഒരു മുടിയും അവൾക്ക് ലഭിക്കുന്നുണ്ട്. ആരോ ഈ മുറിയിൽ കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ആവട്ടെ ആ മുടി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താവട്ടെ ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ അവരെ തടഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഒരു ടോയ് അവൾ ഉടനടി കാണിച്ചിട്ട് ഈ ടോയ് എനിക്ക് വളരെ ഇഷ്ടമാണെന്നും ഞാനിതവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, ഇപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും പറയുന്നുണ്ട്. അല്ല, ഇതെന്റെ വീടല്ലേ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നൂടെ എന്ന് അവള് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനും കൂടി മുത്തശ്ശനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം ആവട്ടെ ഹാഫ് പാരലൈസ്ഡ് ആയിരുന്നു, നല്ലപോലെ സംസാരിക്കാൻ പോലും സാധിക്കില്ല. അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് കാരണം പോലും ശരിക്കും അയാളെ കൊണ്ട് പറയാൻ സാധിക്കില്ലായിരുന്നു. ഹീറോയിൻ ആവട്ടെ മുത്തശ്ശന്റെ അടുത്ത് ചെന്നിട്ട് ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുത്തിയതിന്റെ കാരണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറയണമെന്ന് മുത്തശ്ശൻ അറിയില്ലായിരുന്നു, കാരണം മുത്തശ്ശനൊന്നും സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. ഇതെന്തായാലും ആക്സിഡന്റ് ആയി പറ്റിയതല്ല എന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. അവളാവട്ടെ അവളുടെ കൈകൾ നീട്ടിക്കൊടുത്തിട്ട് അതിൽ എഴുതി കാണിക്കാൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ ആവട്ടെ ബ്ലഡ് എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഈ സമയത്ത് തന്നെ ഹീറോയിന്റെ സ്റ്റെപ്പ് മദർ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജോലി മെനക്കെടുത്ത് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ മുത്തശ്ശനെ നോക്കിക്കോളാമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവരിരുവരും അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നുണ്ട്. മുത്തശ്ശനാവട്ടെ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നോണം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിരുവർക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. പോകുന്ന സമയത്തെല്ലാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന് തന്നെ അവരിരുവരും മനസ്സിലുറപ്പിക്കുന്നു. ഹീറോയുടെ അച്ഛനാവട്ടെ വളരെയധികം ടയേർഡായി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛനാണോ അതോ സ്റ്റെപ്പ് മദർ ആണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന് കണ്ടുപിടിക്കാനായി ഹീറോയിൻ ആദ്യം അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളാവട്ടെ അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കണ്ടില്ലേ നിങ്ങളുടെ മുടിയാകെ നരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളുടെ ഒരു മുടി തലയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് മദറുടെ മുറിയിലേക്ക് പോയി അവരുടെ മുടി കളക്ട് ചെയ്ത് DNA ടെസ്റ്റിനായി അയക്കുന്നു. മുത്തശ്ശന്റെ മുറിയിൽ നിന്ന് കിട്ടിയ മുടിയും അതുപോലെ തന്നെ മുത്തശ്ശന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവിൽ നിന്ന് കിട്ടിയ സാമ്പിളും ഒക്കെ ഉപയോഗിച്ച് DNA ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ അവളുടെ രണ്ടാനമ്മ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശനെ ഇല്ലാതാക്കാനായിരുന്നു അവരുടെ പദ്ധതി എന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. പിറ്റേ ദിവസം ഈ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് അവൾ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, സ്റ്റെപ്പ് മദർ അല്ലേ ഇതിന്റെയൊക്കെ പിന്നിലെന്ന്. അതേ എന്ന രീതിയിൽ തന്നെ മുത്തശ്ശൻ കണ്ണുകൾ അടച്ച് കാണിക്കുന്നുണ്ട്. തീർച്ചയായും അവർ ചെയ്ത പ്രവൃത്തിയുടെ ബലം അവരനുഭവിക്കും, അവർക്ക് ഇതിനുള്ള പണിഷ്മെന്റ് കൊടുക്കുമെന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ സ്റ്റെപ്പ് മദർ അവിടേക്ക് വന്നിട്ട് നിന്നോട് നിന്റെ ജോലികളൊന്നും തടസ്സപ്പെടുത്തണ്ട എന്ന് പറഞ്ഞല്ലേ, മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശന്റെ മുറിയിലാവട്ടെ ഹീറോ ഇതിനോടൊക്കെ തന്നെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാരമ്മയാവട്ടെ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പോയിസൺ സിറിഞ്ചിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിൽ നിന്ന് ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ ഹീറോയും കൂടി ഒരുമിച്ച് തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവളാവട്ടെ അവളുടെ അച്ഛനെയും വിളിച്ചുകൊണ്ടാണ് ആ മുറിയിലേക്ക് കടന്നു വന്നത്. അച്ഛനോട് അവൾ പറയുന്നുണ്ട് മുത്തശ്ശൻ ആരോ പോയിസൺ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന്. തന്റെ പ്രവൃത്തി ഒരിക്കലും പിടിക്കപ്പെടരുതെന്ന് കരുതിയ രണ്ടാനമ്മയാവട്ടെ മുത്തശ്ശനെ നോക്കാൻ വന്നിരിക്കുന്ന കെയർടേക്കറാണ് പോയിസൺ കൊടുത്ത് മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിച്ചേ എന്ന് വാദിക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് കൊടുത്ത പണമൊക്കെ വേസ്റ്റായി പോയി എന്ന് ഹീറോയിന്റെ രണ്ടാനമ്മ പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛനാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു ക്രൂരകൃത്യം നടത്താൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അവരടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഹീറോ അയാളെ തടഞ്ഞിട്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ട് കൺക്ലൂഷനിലേക്ക് എത്താതെ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോണിൽ ആ ക്യാമറയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ അച്ഛനാവട്ടെ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ ആവട്ടെ അയാളുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് എന്റെ അച്ഛനെ നീ കൊല്ലാൻ ശ്രമിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ വളരെ രൂക്ഷമായി സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് എന്ത് പറയണമെന്ന് അറിയാതെ വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ റിപ്പോർട്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് ബ്രദറിനും സ്റ്റെപ്പ് സിസ്റ്റർക്കും DNA ടെസ്റ്റ് നടത്തിയിരുന്നു. സോ അതില് ബ്ലഡ് റിലേഷൻ ഇല്ല എന്ന് തന്നെ തെളിയുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവർ രണ്ടുപേരും നിങ്ങളുടെ മക്കളല്ല എന്നും ഇവർ ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇവിടെ ഹീറോയിന്റെ ആ സ്റ്റെപ്പ് ബ്രദർ ആയിട്ടുള്ള പയ്യനുണ്ടായിരുന്നു. അവനവിടെ വളരെയധികം നാണക്കേട് തോന്നുന്നുണ്ട്, വളരെയധികം വിഷമവും തോന്നുന്നു. തന്റെ 2 കുട്ടികളും നിങ്ങളുടേതല്ല, നിങ്ങളെ വിവാഹം കഴിച്ചത് തന്നെ പണത്തിന് വേണ്ടിയാന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛനാവട്ടെ അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. രണ്ടാനമ്മയുടെ മക്കളുടെ അച്ഛന്റെ ഫോട്ടോ ഹീറോയിൻ ആവട്ടെ അവളുടെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അവർ കാരണമാണ് മുത്തശ്ശനി ഗതി വന്നേന്നും അവർ മുത്തശ്ശനെ കൊല്ലാനാണ് ശ്രമിച്ചതെന്നും ഹീറോയിൻ പറയുന്നുണ്ട്. നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബാക്കി സത്യങ്ങളും കൂടി ഞാൻ പറഞ്ഞോളാം എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ശരിയാണ്, എന്റെ 2 കുട്ടികളും നിങ്ങളുടേതല്ല എന്ന് നിങ്ങളുടെ അച്ഛൻ ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തി. ഇത് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് മാത്രമല്ല തന്റെ 2 കുട്ടികളുടെ അച്ഛനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഈ സത്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമെന്നും പറയുന്നു. അതും കൂടിയായപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിച്ചില്ല. മനഃപൂർവ്വം തന്നെയാണ് അയാളെ ഞാൻ പിടിച്ചു തള്ളിയിട്ടത്. ആ വീഴ്ചയിൽ അയാൾ മരിച്ചു പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഹാഫ് പാരലൈസ്ഡ് ആയി പോയി എന്ന് തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്. വളരെയധികം ദേഷ്യം വന്ന ഹീറോയിന്റെ അച്ഛനാവട്ടെ ഒരുപാട് ആ സ്ത്രീയെ അടിക്കുകയും അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ അവിടെ ജിമ്മിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. തന്റെ സഹോദരങ്ങൾ തന്റെ ചോരയല്ലെങ്കിലും അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് അവർ ഇരുവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലിയെ വിട്ട് നീ പോണമെന്ന് തന്നെ ജിമ്മിനോട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലിയെ അവിടേക്ക് വരുന്നുണ്ട്. ജിം അവളുടെ അടുത്ത് പറയുന്നുണ്ട്
നിന്റെ പേരിൽ യാതൊരു പ്രോപ്പർട്ടിയോ അതുപോലെ തന്നെ പണമോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നീ നിന്റെ അച്ഛന്റെ സ്വന്തം മകളും അല്ല എന്നറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള നിന്നെ ഞാനെന്തിനാണ് പ്രണയിക്കുന്നത്, അതുപോലെ തന്നെ മാരേജ് ചെയ്യാനും പോകുന്നത്? എന്റെ സിസ്റ്ററിനെ തന്നെ ആദ്യം ലവ് ചെയ്തത് പണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിന്നെയും ലവ് ചെയ്തത്. ഇപ്പോൾ നിന്റെ കയ്യിൽ പണമോ പ്രോപ്പർട്ടീസോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ എന്തിനാ പ്രണയിക്കുന്നത്, എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഇപ്പോൾ നീ ഇങ്ങനെയൊന്നും പറയാതെ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുകയാണെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അതിനെപ്പറ്റിയൊന്നും ഓർത്തപ്പോൾ കെയർ ചെയ്യുന്നില്ല. മേലാൽ തന്റെ കൺമുന്നിലേക്ക് ഇനി വന്നു പോരെന്ന് പറഞ്ഞിട്ട് തന്നെ ജിം അവിടെ നിന്ന് പോകുന്നു. നീ ആവട്ടെ വല്ലാതെ സങ്കടത്തോടെ തന്നെ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛൻ ഈ സമയത്ത് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കാരണമാണ് മുത്തശ്ശൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ അച്ഛനെ ആശ്വാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും മടങ്ങി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രാത്രിയായപ്പോൾ അവരിരുവരും നക്ഷത്രത്തെ കാണാനായി വീടിന് മുകളിലേക്ക് പോയിരിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നീ എന്ന് തന്നെ ഹീറോ പറയുന്നു. അവളാവട്ടെ സ്നേഹത്തോടെ തന്നെ അവന്റെ തോളിലേക്ക് ചായുന്നു. അവരിരുവരും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരിരുവരുടെ ഹാപ്പി മൊമെന്റ്സിൽ തന്നെ നമ്മുടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഡ്രാമയായിരുന്നല്ലേ? ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഹൈപ്പ് ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ, കാരണം ഈ ഡ്രാമ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ആവുന്നതായിരിക്കും. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.